രണ്ടാമത്തെ പരാതി എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു പരാതിയാണല്ലോ. ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വാദത്തിനിടെ ഈ പരാതിയുടെ കാര്യവും പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ആ പരാതിയിലാണ് ഇപ്പോൾ മൊഴിയെടുക്കാൻ പോകുന്നത് അന്വേഷണ സംഘം. തീർച്ചയായിട്ടും അത് ഗൗരവതരമാണ്. പക്ഷേ കോടതി അത് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു വിഷയത്തിൽ പരിഗണിക്കാതിരുന്നത് അത് പ്രാരംഭ ദശയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണങ്ങൾ പോലും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കൂടുതൽ ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന കുറേയധികം സാമ്യങ്ങളുണ്ട്. അതായത് വളരെ വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി വിവാഹ വാഗ്ദാനം എന്നൊരു എക്സ്ക്യൂസ് അദ്ദേഹം നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കോമണാലിറ്റി ഉണ്ട്. അത് തന്നെയുമല്ല, അതിനുശേഷം ഇത് ശാരീരികമായിട്ടുള്ള ഒരു ബന്ധമല്ല, ശാരീരിക പീഡനമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അതിലുണ്ട്. അതിൽ തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച്, അവർക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നില്ല, എന്നിട്ടും ആ സമയത്തും ഈ ക്രൂരമായിട്ടുള്ള പീഡനം തുടർന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആദ്യത്തെ കേസിൽ എന്നതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം വിഡ്രോ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്ന് പറയുമ്പോൾ അല്പം മുമ്പ് ശ്രീ ഷാനിബ് പറഞ്ഞതുപോലെ ഒരു സൈക്കോപാത്തിക് ബിഹേവിയർ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു സംശയം തോന്നുകയാണ്. കാരണം അത് ഇരയുടെ ഇമോഷൻസിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകാതെ അവർക്ക് പിന്നീട് സമൂഹത്തിൽ കുടുംബത്തിലൊക്കെ തന്നെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ തൻ്റെ ഒരു മൊമെന്ററിലി ഉണ്ടാകുന്ന ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിവാഹ വാഗ്ദാനം നൽകി അവരെ ഇങ്ങനെ കൊടിയ പീഡനത്തിന് വിധേയരാക്കുന്നു, എന്നിട്ട് സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, എന്നിട്ടോ സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലാണ് ഈ അബോർഷന് പോലും പോകുന്നത്. ഇന്നിപ്പോ കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താണ്? ഇത് വിവാഹ ബന്ധത്തിൽ നിന്നുള്ള കുട്ടിയാണ്, തനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ കോടതി തന്നെ അതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ട് കാണുന്നത് ഇത് അദ്ദേഹത്തിന്റെ താല്പര്യത്തിലാണ് അബോർഷനിലേക്ക് പോയത് എന്നതുകൊണ്ടാണ്. കാരണം കോടതിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ നിന്ന് കോടതിക്ക് ബോധ്യമാകുന്നത് ഈ സ്ത്രീക്ക് ഈ ഒരു കുട്ടിയെ ഗർഭം ധരിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ ആ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി നിർബന്ധിച്ച് മറ്റൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും ഇദ്ദേഹമാണ് എന്നാണ്. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശങ്ങളുണ്ട്, മറ്റ് തെളിവുകളുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഈ അബോർഷന് വേണ്ടുന്ന മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴിയാണ്. എന്നിട്ട് അത് കൈപ്പറ്റിയതിനു ശേഷവും രാഹുലിന്റെ വാദം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലും കോടതിയിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാദം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അവർ സ്വമേധയാണ് ഇത് അബോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചത് എന്നാണ്. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്നും, മരുന്ന് ഒരു ദിവസം ഈ സുഹൃത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അടുത്ത ദിവസം വീഡിയോ കോളിൽ രാഹുൽ കാണുകയാണ് ഈ സ്ത്രീ ഈ മരുന്ന് കഴിച്ച് അബോർഷന് വിധേയയായത് എന്നുമാണ് പറയുന്നത്. അതിനുശേഷം അവർക്ക് ശാരീരികമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് മറ്റ് ആരോഗ്യ പരിപാലനത്തിനൊക്കെ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയോട് സുരക്ഷിതമല്ലാത്ത ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ല, അതിലൊരു കുട്ടി ജനിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ സുരക്ഷിതമല്ലാത്ത ഒരു മാർഗത്തിൽ കൂടി അബോർട്ട് ചെയ്യാനും പോകുന്നു. ഈ ഡോക്ടറുടെ ഉപദേശം അതിൽ പറയുന്നുണ്ട്, അത് വളരെ ക്രിട്ടിക്കൽ ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡോക്ടർ അതിൽ പറയുന്നത് എന്താണ്? ഒരു തരത്തിലും സുരക്ഷിതമല്ലാത്ത ഒരു മാർഗം, ഒരു ഡോക്ടർ നിർദ്ദേശിച്ചിട്ടല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു മരുന്ന് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് MBBS ഒന്നും അല്ലല്ലോ അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മരുന്ന് എഴുതാനായിട്ടുള്ള ഒരു റൈറ്റ്. ഇപ്പോൾ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരിക്കുന്നതിന് വേണ്ടി KV ബൈജു വീണ്ടും ചേരുകയാണ്.